കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ പ്രൈസ് സണ്ണി നന്നുവക്കാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ആയുസ്സുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ 63-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു. Psalms 63 verse 1. സങ്കീർത്തനങ്ങൾ 63 അതിന്റെ 1-ാം വാക്യം. ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. വളരെ സുപരിചിതമാർന്ന ഒരു വേദവാക്യമാണല്ലോ, വേദശകലമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഈ 63-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ എഴുത്തുകാരൻ ദാവീദാണ് എന്നും അദ്ദേഹം യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്താണ് ഇത് ചമച്ചത് എന്നും അതിന്റെ തലക്കെട്ടിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഒരു മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഒരു പ്രതികൂലം ആയിരുന്ന സാഹചര്യമാണ്. നമുക്കൊരിക്കലും അനുകൂലമല്ലാത്തൊരു സാഹചര്യം അല്ല അത്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് താൻ ആയിരിക്കുന്ന സമയത്ത് മരുഭൂമിയിലായിരിക്കുമ്പോൾ ചമച്ച സങ്കീർത്തനത്തിൽ താൻ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് നാം കാണുന്നത്: ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. നോക്കുക, വളരെ പ്രതികൂലമാറുന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് പറയുന്നു, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്നുള്ളത്. നമുക്കറിയാം, ദാവീദ് പല സമയങ്ങളിലും പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. താൻ രാജാവായി വാഴുന്നപ്പോഴും രാജാവാകുന്നതിന് മുമ്പും പല വിധമായ പ്രതികൂലങ്ങളാൽ താൻ വലഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവം ദാവീദിനെ വിടുവിച്ചു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവിടെ അതിനുള്ള ഉത്തരം നാം കാണുന്നു: ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വളരെ നമ്മെ ഓർപ്പിക്കുന്നതായ, നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യം. ദാവീദ് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഞാൻ അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കും, നിങ്ങളോ? ഞാൻ അതികാലത്ത് എന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, നോക്ക്, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഉണങ്ങി വരേണ്ട ദേശത്ത് താമസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലം അപ്രകാരമാണ്. എന്നാൽ അവിടെ ആയിരുന്നിട്ടും, ഞാൻ ആ പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നിട്ടും ഞാൻ നിനക്ക് വേണ്ടി ദാഹമുള്ളവനായിരുന്നു. നിന്നെ അന്വേഷിക്കുവാനായിട്ട് ഞാൻ പ്രാധാന്യം കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുന്നത്, അതികാലത്തെ ഞാൻ ദൈവത്തെ അന്വേഷിച്ചിരുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? പ്രിയരെ, വളരെ വിലയേറിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ മുഖ്യ പ്രാധാന്യം ഞാൻ ഏതിനാണ് കൊടുക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നതിനുള്ള ദാഹം എനിക്കുണ്ടോ? അങ്ങനെ ഒരു മനസ്സെനിക്കുണ്ടോ? ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ആദ്യ വാക്ക് നാം കണ്ടു, ദൈവമേ, നീ എന്റെ ദൈവം. ഇസ്രായേലിന്റെ ദൈവത്തെ തിരിച്ചറിയുന്നതായ ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവനായ ഒരു ദൈവത്തെ ദാവീദ് മനസ്സിലാക്കുന്നു. അവരെ പലവിധമായ രീതിയിൽ പോഷിപ്പിച്ചവനായ ദൈവം, അവരുടെ കഠിനമായ കഷ്ടതയുടെ നടുവിൽ അവരെ നടത്തിയ ദൈവത്തെ ദാവീദ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ അതികാലത്തെ നിന്നെ അന്വേഷിക്കും, കാരണം നീ എന്റെ ദൈവമാ.
ഇന്ന് പകൽ നമുക്കൊരു ചിന്ത ആവശ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സൂക്ഷിച്ചവനായ ദൈവം, എന്നെ കരുതിയവനായ ഒരു ദൈവം, എന്നാൽ രാവിലെ സമയങ്ങളിൽ എന്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ ഞാൻ ഏതിനാണ് കൊടുക്കുന്നത്? ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണമുള്ള മനസ്സോടെയാണോ ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നത്? ആ ദാഹത്തോടു കൂടിയാണോ ഞാൻ ആയിരിക്കുന്നത്? അധികാലത്ത് ഞാൻ ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്ന് ദാവീദ് അതിന്റെ ഉത്തരം നമുക്ക് 2, 3, 4 വാക്യങ്ങളിലേക്ക് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് നിന്റെ വല്ലപത്വത്തെ, നിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് ഞാൻ നിങ്കിലേക്ക് അതിരാവിലെ ഞാൻ ഉയർന്ന് ഇരിക്കും. നിന്നിലേക്ക് ഞാൻ നിന്നെ അന്വേഷിക്കുന്നവനായി ഞാൻ തീരും. ബലഹീനതയിൽ ബലമേകുന്നവനായ നമ്മുടെ ദൈവം, ഇത്രയും മഹത്വവാനായ ഒരു ദൈവത്തെ കാണുവാൻ തക്കവണ്ണം, അന്വേഷിക്കുവാൻ തക്കവണ്ണം വലിയേറിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ മനസ്സ് വെച്ചവനായ ദാവീദിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നുവല്ലോ. നിന്റെ ദയ എത്രയോ നല്ലതാണ്. ദാവീദ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും തനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ദൈവത്തിന്റെ ദയ എന്ന്. എന്നാൽ അപ്പോഴും താൻ പറയുന്ന ഒരു കാര്യം, ദൈവമേ നിന്റെ ദയ എല്ലാത്തിനേക്കാൾ നല്ലതാകുന്നു. ഞാൻ ചോദിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നവരായ നാം ഓരോരുത്തരും 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഈ താൺലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മോട് ദയ കാണിച്ചവനായ കർത്താവിനെ നമുക്കറിയാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ആ കാലുടെ മലമുകളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു കർത്താവ്, നമ്മെ ദയ കാണിച്ചത് മുഖാന്തരം, നമ്മോട് ദയ കാണിച്ചത് മുഖാന്തരം കേവലം ഞായറാഴ്ചകളിൽ മാത്രം ആ ക്രൂശിനെ ഓർത്തുകൊണ്ട് മാത്രം പോകുന്നതിനായിട്ടല്ല നാം ആയിരിക്കേണ്ടത്. നമുക്ക് തരുന്ന എല്ലാ ദിവസവും, അതാണ് 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ ജീവിതകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. എനിക്ക് തരുന്ന എത്രത്തോളം ആയുസ്സുണ്ടോ ആ ആയുസ് തരുന്ന എന്നൊക്കെ എന്റെ ആയുസ് തീരുന്നു അന്ന് വരെയും ഞാൻ എന്റെ ദൈവത്തിന്റെ ദയയെക്കുറിച്ച്, അതാണ് ആ ദൈവത്തെ അന്വേഷിക്കുന്നതിനായി ഞാൻ മാറും. അവൻ നമ്മോട് ദയ കാണിച്ചത് കൊണ്ട് ഇന്ന് അവന്റെ മക്കളാകുവാൻ ഇടയായി തീർന്നു. അതാണ് പ്രിയർ നാം എല്ലാ ദിവസവും ചിന്തിക്കേണ്ടത്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ദയ, അവൻ എന്നോട് കാണിച്ച ദയ, മറ്റാരും എന്നോട് ദയ കാണിച്ചില്ല, അവൻ എന്നോട് ദയ കാണിച്ചു. അതെത്രയോ വലുതാണ്. ബലമില്ലാതിരുന്ന എനിക്ക് ബലം നൽകി ഇത്ര മഹത്വവാനായ ഒരു ദൈവം. അതുകൊണ്ട് ഞാൻ അവനെ അന്വേഷിക്കാൻ തക്കവണ്ണം മനസ്സുവെക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു പകൽ ദിവസം, പുതിയൊരു ദിവസം ദൈവം നമുക്ക് നൽകി. ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണമുള്ള മനസ്സ് വെക്കുന്നവരായി നാം മാറണം. കാരണം നമ്മുടെ ബലഹീനതയെ നമ്മെ താങ്ങിയവനായ നമ്മുടെ കർത്താവ്, നമ്മെ ദയ കാണിച്ച് തന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തവനായ നമ്മുടെ കർത്താവ്, ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാനുള്ളത് അത് മാത്രമാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ആ മനസ്സോടുകൂടെ, ആ ദാഹത്തോടുകൂടെ, എനിക്ക് ദൈവം ഈ ഭൂമി എത്രത്തോളം ആയുസ് വെച്ചിട്ടുണ്ടോ ആ നാൾ വരെയും ദൈവത്തിന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണമുള്ള മനസ്സോടെ അധികാരത്തെ എഴുന്നേൽക്കുന്നതിനായി, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതിനായി ഇരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മനസ്സോടുകൂടെ നാം ആയിരിക്കണം. അതാണ് ദാവീദിന്റെ ചിന്തയെന്ന് പറയുന്നത്. ഞാൻ അധികാലത്തെ ദൈവത്തെ അന്വേഷിച്ചു. എന്തുകൊണ്ടെന്നാൽ നീ എന്റെ ദൈവമാണ്, നിന്റെ ദയ വലുതാ, എല്ലാത്തിനേക്കാൾ നല്ലതാ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്നവരായി, ആ മനസ്സ് വയ്ക്കുന്നവരായി, ആ ആഗ്രഹത്തോടുകൂടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ അവന്റെ ദയ ഓർത്ത് അവരെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.